Welcome to our Fishing Man videos. ഹലോ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ബീറ്റ ഫ്രൈസ് ആണ്. ഒരു മാസം പ്രായമായിട്ടില്ല, നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. അപ്പോൾ അതിന് ലൈവ് ഫുഡ് കൊടുക്കാനായിട്ട് ഞാൻ RTMA കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് നമുക്ക് എപ്പോഴും പോസിബിളായിട്ട് വരത്തില്ല എല്ലാവർക്കും. അതുകൊണ്ട് തന്നെ ഞാനിവിടെ കുറച്ച് കൂത്താടീനെ ഇട്ട് കൊടുത്തു. പക്ഷേ നിങ്ങൾക്ക് അത് കഴിക്കാൻ പറ്റുന്നില്ല. കൂത്താടിയുടെ വലിപ്പം നിങ്ങൾക്കിവിടെ കാണാം, ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് പറ്റുന്ന രീതിയിലുള്ള ചെറിയ എന്തെങ്കിലും മൈക്രോവേവ്സിന് നമുക്ക് ഒന്ന് ഉണ്ടാക്കാമെന്ന ഒരു പ്ലാനിലാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അതിനായിട്ട് ഞാനിവിടെ 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം ചെറുതായി മുറിച്ചെടുക്കുക. നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതുപോലെ മുറിച്ചെടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്ത്, കുറച്ച് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലൊന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. ഇതുപോലെ നന്നായിട്ട് പേസ്റ്റ് ചെയ്തെടുക്കണം. മിക്സിയിലിട്ട് അത്യാവശ്യം വെള്ളം ഒഴിച്ചാൽ മതി, ഒരുപാട് വെള്ളം അധികം ആവരുത്. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു അരിപ്പ വെച്ചിട്ട് നമുക്ക് ഇതിന്ന് അരിച്ചെടുക്കുക. ഇതുപോലെ ശരിക്കും നന്നായിട്ട് നമുക്ക് അരിച്ചെടുക്കാം. അതിൻ്റെ മുകളിലുള്ള വേസ്റ്റ് ഭാഗം നമുക്ക് ആവശ്യമില്ല. അതിനകത്ത് ഫിൽറ്ററായിട്ട് വരുന്ന താഴത്തെ വെള്ളം മാത്രമേ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. ഇനി ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൽ കുറച്ച് ബക്കറ്റിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ അരിച്ചെടുത്ത ലിക്വിഡ് ഒഴിക്കുക. അതിനുശേഷം നമുക്ക് ഇത് നന്നായിട്ട് കഴുകി ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നമുക്ക് നമ്മുടെ പറമ്പിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒതുക്കി വെക്കുക. ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഒരു ബക്കറ്റിന്റെ അളവ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഒരു പെയിന്റിന്റെ പഴയ ബക്കറ്റാണ്. ഇതിലാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഒരു 3/4 പാത്രം വെള്ളവും അതിലേക്കാണ് നമ്മൾ ഈ അരച്ച മിശ്രിതം ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കിതിങ്ങനെ വെച്ചിട്ട് ഒരു ഓടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലൈവുഡിന്റെ കഷ്ണം എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മൂടി വയ്ക്കുക. കുറച്ച് ഗ്യാപ്പ് വേണം. അതായത് നമുക്ക് ഈ ഒരു ഈച്ച വന്ന് ഇതിൽ മുട്ടയിട്ടിട്ടാണ് ഈ മൈക്രോവേവ്സ് ഉണ്ടാകുന്നത്. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചേക്കുക. ഇനി നമുക്ക് പിറ്റേ ദിവസം സെക്കൻഡ് ഡേ നമുക്കൊന്ന് നോക്കാം ഇത് എങ്ങനെയാണെന്ന്. സെക്കൻഡ് ഡേ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഇവിടെ നിങ്ങൾക്കൂടെ കാണാൻ കഴിയും ചെറിയ മൈക്രോവേവ്സ് ഇതിലൂടെ നടക്കുന്നത്. ഇതിപ്പോൾ വെള്ളം അനങ്ങിയത് കൊണ്ടാണ് താഴത്തേക്ക് പോയത്. ഇതുപോലെ മൈക്രോവേവ്സ് ഉണ്ട്. നമുക്ക് ചെറിയൊരു അരിപ്പ വെച്ചിങ്ങനെ നമുക്ക് അരിച്ച് നമുക്ക് ഇതിലേക്ക് കളക്ട് ചെയ്യാവുന്നതാണ് ഒരു പാത്രത്തിലേക്ക്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാൻ ആദ്യം കളക്ട് ചെയ്തായിരുന്നു കുറച്ച്. കണ്ടോ, ഇതിന് തീരെ സൂക്ഷ്മമായി ഞാൻ സൂം ചെയ്തെടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. തീരെ ചെറിയ മൈക്രോവേവ്സ് ആണ്. ഇത് നമ്മുടെ ബീറ്റ ഫ്രൈസിന് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കഴിച്ചോളൂ. അവർ തീരെ വലിപ്പം കുറവാണ്. അതുപോലെ തന്നെ നല്ല പ്രോട്ടീൻ ഫുഡാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. കാരണം പുതിയ വീഡിയോകൾ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.